നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി പലരും ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ ഈ കേന്ദ്രമന്ത്രിസഭയിൽ ഇല്ല എന്നുള്ള കാര്യം. ഇതിനുള്ള കാര്യകാരണങ്ങൾ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട്ട് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് മുസ്ലിമിനെ മന്ത്രിയാക്കാത്തത് എന്നാണ്. കാരണം നിരവധി മുസ്ലിങ്ങളെ പല മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാരും ജയിച്ചില്ല. മുസ്ലിങ്ങൾ കൂടി വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവർ പലരും ജയിക്കുമായിരുന്നു. പക്ഷെ അവർ ജയിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് അവരെ മന്ത്രിയാക്കാൻ കഴിയാത്തത് എന്നാണ്. MP അല്ലാത്ത ഒരാളിനെ എങ്ങനെയാണ് കേന്ദ്രത്തിൽ മന്ത്രിയാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം. BJPക്കെതിരെ BJP മുസ്ലിം വിരുദ്ധമാണെന്ന് കുറേ വർഷങ്ങളായി തന്നെ ഇങ്ങനെ ഒരു നറേറ്റീവ് നിരന്തരമായി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള AP അബ്ദുള്ളക്കുട്ടി BJPയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. അതുപോലെ ഡോക്ടർ അബ്ദുൽ സലാം കേരളത്തിലെ ഉപാധ്യക്ഷനാണ്. അങ്ങനെ നിരവധി പേരുണ്ട് എന്നുള്ള കാര്യമൊക്കെ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി നമുക്ക് കേന്ദ്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എത്രയോ വർഷങ്ങളായി BJP കേന്ദ്ര നേതൃത്വത്തിൽ എത്രയോ മുസ്ലിങ്ങളായ നേതാക്കന്മാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടുള്ളതല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് സിക്കന്ദർ ഭക്തിൻ്റേത്. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, അദ്ദേഹം കേരള ഗവർണറായിരുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് വെച്ചാണ് സിക്കന്ദർ ഭക്ത് അന്തരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ അണുബാധയെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് അന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. സിക്കന്ദർ ഭക്ത് വളരെ പുരോഗമന ചിന്താഗതിക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വാജ്പേയി മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രി പദവി വരെ വഹിച്ചിരുന്ന ആളാണ്. ആദ്യം മുതൽ തന്നെ BJP രൂപീകരണം മുതൽ അദ്ദേഹം BJPയുടെ ദേശീയ നേതൃത്വത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആളൊക്കെ തന്നെ ജയിച്ചു വരുമ്പോൾ അവരെ കേന്ദ്രമന്ത്രിമാരാക്കുക എന്നുള്ളതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. അതുപോലെ ഷാനവാസ് ഹുസൈൻ, മുഖ്താർ അബ്ബാസ് നഖ്വി തുടങ്ങി എത്ര മുസ്ലിം നേതാക്കളാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഇപ്പോഴും ഉള്ളത്. ഒരു കാലത്ത് അവർ പലരും മന്ത്രിമാരുമായിരുന്നത്. എന്നാൽ ഇവർ ജയിച്ചു വന്നാൽ മാത്രമേ ഇവരെ മന്ത്രിമാരാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ആരും മറക്കാൻ പാടുള്ളതല്ലല്ലോ. നേരത്തെ ഷാനവാസ് ഹുസൈനെയും അതല്ലെങ്കിൽ മുഖ്താർ അബ്ബാസ് നഖ്വിയൊക്കെ പോലെയുള്ള ആളുകൾ തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് വന്ന് തന്നെയാണ് അന്ന് കേന്ദ്രമന്ത്രിമാരായിരുന്നത്. അതല്ലാത്ത പക്ഷം ഇവരെ രാജ്യസഭയിലൂടെ കൊണ്ടുവന്ന് മാത്രമേ മന്ത്രിയാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യവും ഈ വിമർശനം ഉന്നയിക്കുന്നവർ ആലോചിക്കുന്നതേയില്ല. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ മുസ്ലിം സമുദായം BJPയെ അവിശ്വസിക്കുന്നത് നിർത്തി BJP കൂടി വോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ചൂണ്ടിക്കാട്ടിയത്. ഇതാണ് നിലവിലെ സാഹചര്യം. എത്രയോ മുസ്ലിം നേതാക്കൾ BJPയുടെ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ തന്നെ നേതാക്കന്മാരായി ഉണ്ട്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, AB വാജ്പേയി മന്ത്രിസഭ നിലവിലുണ്ടായിരുന്ന കാലത്താണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കിയത് എന്നുള്ള കാര്യം. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ലോകം അംഗീകരിക്കുന്ന ഒരു വലിയ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു മികച്ച മാതൃകയായ, സൗമ്യനായ, വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന, നമുക്ക് എല്ലാ കാലത്തും മാതൃകയാക്കാവുന്ന, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവഴിച്ച വലിയ ശരിക്കും മഹാനായ വ്യക്തി തന്നെയായിരുന്നു APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കുന്നത് BJP സർക്കാരാണ് എന്നുള്ള കാര്യം പോലും ഇവർ പലരും മറന്നു പോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ BJP ഒരിക്കലും സമുദായം നോക്കിയല്ല, അല്ലെങ്കിൽ ജാതി മതവും നോക്കിയല്ല ആളുകളെ പദവിയിൽ നിയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷാനവാസ് ഹുസൈനും മുഖ്താർ അബ്ബാസ് നബിയും ഒക്കെ തന്നെ, അല്ലെങ്കിൽ സിക്കന്ദർ ഭക്തും എല്ലാം മന്ത്രിമാരായിരുന്ന സമയത്ത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് നൽകിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിക്കന്ദർ ഭക്തിന് വിദേശകാര്യ വകുപ്പാണ് നൽകിയിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അങ്ങനെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള BJP നേതാക്കളെ എല്ലാം തന്നെ ഓരോ കാലങ്ങളിലും കൃത്യമായി അംഗീകരിച്ച ഒരു പാരമ്പര്യം തന്നെയാണ് BJPക്കുള്ളത്. പക്ഷേ ഇവരെയൊക്കെ ഇനിയും അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലുമൊക്കെ തന്നെ ജയിപ്പിച്ച് വിടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, അബ്ദുള്ളക്കുട്ടി കേരളത്തിൽ BJPയിൽ ചേർന്നതിന് ശേഷം, അദ്ദേഹം നേരത്തെ ആദ്യം CPM-ലും പിന്നീട് കോൺഗ്രസ്സിലുമായിരുന്നു, BJPയിൽ ചേർന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിന് മത്സരിച്ചുവെങ്കിലും അദ്ദേഹം വിജയിച്ചിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ അബ്ദുള്ളക്കുട്ടി വിജയിച്ച് പാർലമെൻറ്റിലേക്ക് ചെന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയാകാനുള്ള ഒരു അവസരം ലഭിക്കുമായിരുന്നു. പക്ഷേ അത് കേരളത്തിലെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ ഉയരുന്ന സ്വാഭാവികമായ ഒരു വിശദീകരണം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ BJPക്കെതിരെ ഉയരുന്ന ഈ ഒരു വിമർശനത്തിൻ്റെ മുനയൊടിക്കുന്ന രീതിയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പിന്നീട് ചില മാധ്യമങ്ങളൊക്കെ തന്നെ വളച്ചൊടിച്ച് കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഉള്ള കാര്യം തുറന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപക്ഷെ ബാബറി മസ്ജിദ് നടന്നതിന് ശേഷമായിരിക്കാം ഈ ഒരു പ്രശ്നം കൂടുതലായത്. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ആണെങ്കിലും മറ്റ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നിരന്തരമായി BJPക്കും അവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടികൾക്കും എല്ലാം എതിരെ നടത്തുന്ന പ്രചരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർ മുസ്ലിം വിരുദ്ധരാണ്, മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് നാട് കടത്തും, നാളെ അവർ ഹിന്ദുരാഷ്ട്രമാക്കും തുടങ്ങിയിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഇത്തരം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്
BJPയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഈ പ്രചരണങ്ങൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ മുസ്ലിം സമുദായത്തെ BJPയിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. ഇന്ന് BJPയുടെ ഒരുപാട് നയങ്ങളെ അനുകൂലിക്കുന്ന എത്രയും മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായ നിയമനിർമ്മാണം അത് ഏറ്റവും ഗുണം ചെയ്തത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്കാണ് എന്നുള്ള സത്യം അവരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നിട്ടും ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് നിരന്തരം ഉയരുന്നത് എന്ന് പറയുമ്പോൾ അത് ഗതികേട് കൊണ്ടാണ്, അല്ലെങ്കിൽ അവസരം മുതലെടുക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസും ഇടത് പാർട്ടികളുമൊക്കെ തങ്ങളുടെ ഈ ഒരു മുസ്ലിം പ്രീണന നയം വെളിപ്പെടുത്തുമ്പോൾ അതിൽ BJP മുസ്ലിം വിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും. ഏതായാലും ബാബറി മസ്ജിദ് തകർന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയെ മാറിയ സംഭവം തന്നെയായിരുന്നു. അക്കാര്യത്തിൽ നമുക്ക് നിഷേധിക്കാനും കഴിയുകയില്ല. എങ്കിൽ പോലും അത് സംഭവം കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിൻ്റെ പേര് പറഞ്ഞ് മുതലെടുക്കാനുള്ള ശ്രമം പലപ്പോഴും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും നടത്തുമ്പോൾ ഇതിൻ്റെ എല്ലാം അടിത്തറവാകിയത് രാജീവ് ഗാന്ധി സർക്കാരായിരുന്നു എന്നുള്ള കാര്യം പലരും വിസ്മയിക്കുകയും ചെയ്യുന്നു. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് എപ്പോഴും ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് ഇടത് വലത് കക്ഷികൾ എപ്പോഴും സ്വീകരിക്കാറുള്ളത്. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഒക്കെ തന്നെ ഇതേ നിലപാടാണ് പിന്തുടരുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളൊന്ന് വിട്ടതിന് ശേഷം ഇപ്പോൾ ഹിന്ദുത്വ അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എങ്കിൽ പോലും ഒരു മുസ്ലിമിനെ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചാൽ അയാൾ കേന്ദ്രമന്ത്രിയാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിന് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ കൂടി, അതായത് വോട്ടർമാരായ മുസ്ലിങ്ങളും കൂടി മനസ്സ് വെച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഈ വാക്കുകളിലൂടെ അർത്ഥമാക്കിയിരുന്നത്. ഇത് സംബന്ധിച്ച് പിന്നീട് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതൊന്നും തന്നെ പിന്നീട് നിലനിന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്.